ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ഉദ്യോഗം ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10ാം തരം പരീക്ഷകൾ, അതായത് ഇപ്പോൾ വരുന്ന 10ാം തരം മെയിൻസ് പരീക്ഷ, സെക്രട്ടേറിയറ്റ് OA ഉൾപ്പെടെയുള്ള മെയിൻസ് പരീക്ഷ, അതിനുശേഷം വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS, തുടർച്ചയിലുള്ള LGS LDC തുടങ്ങിയ പരീക്ഷകൾക്കെല്ലാം ഏറ്റവും സഹായകരമാകുന്ന വിധത്തിൽ തയ്യാറാക്കിയിട്ടുള്ള SCERT മുൻവർഷ ചോദ്യങ്ങൾ, ഇവയുടെയൊക്കെ അനുബന്ധ വിവരങ്ങൾ, ഇതിൻ്റെ മിക്സഡ് GK ഫാക്ട്സ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് പ്രയോജനം തോന്നുന്നു എന്ന് തോന്നിയാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്നിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പരീക്ഷകളിൽ 1 മാർക്ക് 2 മാർക്ക് ചോദ്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല. ഇവിടെ SCERT 10ാം ക്ലാസ്സിലെ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന ചാപ്റ്ററിനെ അവലംബമാക്കി സുജേഷ് പുറക്കാട് സാറ് തൊഴിൽ വീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നോട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ശ്രദ്ധയോടെ പഠിക്കുക. 10ാം തരം പരീക്ഷകൾക്കെല്ലാം നിങ്ങൾക്കിത് പ്രയോജനം ചെയ്യും. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്നത്? ഉത്തരം: മഹാരാഷ്ട്ര, കർണാടക, ഗോവ. അനുബന്ധ വിവരങ്ങൾ: മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗളൂരു വരെയാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്. 1998 ജനുവരി 26 AB വാജ്പേയിയാണ് കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ആദ്യ യാത്രാ ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത്. കൊങ്കൺ പാതയിൽ ഏകദേശം 2000 പാലങ്ങളും 91 തുരങ്കങ്ങളുമുണ്ട്. മലയാളിയായ നമ്മുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന E. ശ്രീധരനാണ് കൊങ്കൺ റെയിൽവേയുടെ ശില്പി. അടുത്ത ചോദ്യം ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ്. ഇവിടെ തന്നിരിക്കുന്ന രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രോജക്റ്റ് സുവർണ ചതുഷ്കോണമാണ്. ഈ പ്രോജക്റ്റ് ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നിവയാണ്. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സുവർണ ചതുഷ്കോണം. കണക്റ്റിംഗ് പോയിൻറ്റ്സ് ഉദ്ഘാടനം ചെയ്തത് 1999 ജനുവരി 26 ജനുവരി 6 ഇതും പ്രധാനമന്ത്രി AB വാജ്പേയിയാണ് ഉദ്ഘാടനം ചെയ്തത്. നാഷണൽ ഹൈവേ അതോറിറ്റി, ആ അതോറിറ്റിക്കാണ് ഈ റോഡുകളുടെ ചുമതലയുള്ളത്. അടുത്ത ചോദ്യം ഗോതമ്പ് കൃഷിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന. നമുക്ക് ശരികൾ വായിക്കാം. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. 10 ഡിഗ്രി മുതൽ 26 ഡിഗ്രി വരെ താപനിലയും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. തെറ്റായ പ്രസ്താവന, ഇതൊരു വേനൽക്കാല വിളയാണെന്നുള്ളതാണ്. ശരിക്കും സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ റാബി വിളയാണ് ഗോതമ്പ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമം ട്രിറ്റിക്കം എസ്റ്റിവം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും അധികം മെച്ചമുണ്ടാക്കിയ കാർഷിക വിള ഗോതമ്പാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഗോതമ്പാണ്. അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് വിത്ത് സൊണാലിക, കല്യാൺ സോന, ഗിരിജ, RR21, അർജുൻ, ശേഖർ, ദേശരത്ന തുടങ്ങിയവയാണ്. തെറ്റായ പ്രസ്താവന ഏത്? ഖാരിഫ് വിളകൾ ജൂൺ മാസത്തിൽ വിളയിറക്കുന്നു. റാബി വിളകൾ നവംബർ മാസത്തിൽ വിളയിറക്കുന്നു. ഖാരിഫ് വിളകൾ നവംബറിൽ വിളവെടുക്കുന്നു. സെയ്ദ് വിളകൾ മാർച്ചിൽ വിളവെടുക്കുന്നു. അത് തെറ്റാണ്. കാരണം സെയ്ദ് വിളകൾ വേനൽക്കാല വിളകളാണ്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. സെയ്ദ് വിളകൾ വിളവെടുക്കുന്നത് ജൂൺ മാസത്തിലാണ്. സെയ്ദ് വിളകൾ വേനൽക്കാല വിളകളാണ്. പ്രധാനമായിട്ട് മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ സെയ്ദ് വിളകൾ കൃഷി ചെയ്യപ്പെടുന്നു.
ഇവയുടെ വളർച്ചാ കാലയളവിൽ ചൂടുള്ള വരണ്ട കാലാവസ്ഥ, പൂവിടുമ്പോൾ കൂടുതൽ പകൽ ദൈർഘ്യവും ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പയര് കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനം. ഏറ്റവും കൂടുതൽ ഇരുമ്പയര് കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിൽ ആദ്യമായി യുറേനിയം ഖനി കണ്ടെത്തിയത് ജാർഖണ്ഡിലെ ജാദോഗുഡയിലാണ്. ആന്ധ്രാപ്രദേശിലെ കഡാപ്പയിൽ സ്ഥിതി ചെയ്യുന്ന യുറേനിയം ഖനി തൂമിലപ്പള്ളി ഖനി. ഇന്ത്യയിലെ ധാതു നിക്ഷേപത്തിൻ്റെ കേന്ദ്രം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. കർണാടകയിലെ ഹട്ടി, കോളാർ ഖനികൾ ഇതെല്ലാം സ്വർണത്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ഖനികളാണ്. ഖേത്രി, കൊലിഹാൻ, ബൻവസ്, ചണ്ടമാരി ഇവ ചെമ്പിൻ്റെ നിക്ഷേപത്തിന് പ്രസിദ്ധമാണ്. തന്നിരിക്കുന്നതിൽ ദേശീയ ജലപാത മാത്രം തിരഞ്ഞെടുക്കുക. ദേശീയ ജലപാത, കേരളത്തിലെ ദേശീയ ജലപാത, ഞാനത് ആലോചിച്ച കൺഫ്യൂഷൻ. എല്ലാം ദേശീയ ജലപാതകളാണ്. തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ദേശീയ ജലപാത മാത്രം തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ദേശീയ ജലപാത NW3 ദേശീയ ജലപാത 3, അതായത് 1 മാത്രം ശരിയാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന 5 ദേശീയ ജലപാതകളുണ്ട്. ദേശീയ ജലപാത 3 കൊല്ലം, കോഴിക്കോട്. ദേശീയ ജലപാത 8 ആലപ്പുഴ, ചങ്ങനാശ്ശേരി. ദേശീയ ജലപാത 9 ആലപ്പുഴ, കോട്ടയം. 13 പൂവാർ, ഇരയിമ്മന്തുറ. 59 കോട്ടയം, വൈക്കം. അപ്പോൾ 3, 8, 9, 13, 59. ഇവിടെ NW1 അലഹബാദ് ഹാൽഡിയ, NW2 സാദിയ ദുബ്രി, NW3 കൊല്ലം കോട്ടപ്പുറം, അതാണ് കൊല്ലം കോഴിക്കോട്. ദേശീയ ജലപാത 4 കാക്കിനട പുതുച്ചേരി. അങ്ങനെയാണ് പ്രധാനപ്പെട്ട 4 ദേശീയ ജലപാതകൾ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ചണവുമായി ബന്ധപ്പെട്ട് ശരിയായവ തിരഞ്ഞെടുക്കുക. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. സുവർണ നാര് അഥവാ ഗോൾഡൻ ഫൈബർ എന്നാണ് ചണം അറിയപ്പെടുന്നത്. കറുത്ത മണ്ണാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1ഉം 2ഉം ശരിയാണ്. നമുക്കറിയാം കറുത്ത മണ്ണ് അനുയോജ്യമായത് പരുത്തി കൃഷിക്കാണെന്ന് നമുക്കറിയാം. ചണം കൃഷിക്ക് അനുയോജ്യം എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ചണം കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷ, ബീഹാർ, ആന്ധ്രാപ്രദേശ്. ലോകത്ത് ചണം കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ബംഗ്ലാദേശ്. 2ാമത് ഇന്ത്യ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പരുത്തി കൃഷിയുമായി ബന്ധപ്പെട്ട് ശരിയായവ തിരഞ്ഞെടുക്കുക. നമുക്കറിയാം കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യം. പ്രകൃതിദത്തമായ നാര് അഥവാ യൂണിവേഴ്സൽ ഫൈബർ എന്ന പരുത്തി വിശേഷിപ്പിക്കപ്പെടുന്നു. ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. എല്ലാം ശരിയാണ്. പരുത്തി കൃഷിക്ക് വേണ്ട വാർഷിക വർഷപാതം ചെറിയ തോതിലുള്ള വാർഷിക വർഷപാതമാണ്. അതുപോലെ താപനില 20 മുതൽ 30 ഡിഗ്രി വരെ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ മഞ്ഞ് വീഴ്ചയില്ലാത്ത വരൾച്ചാക്കാലം. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിള പരുത്തിയാണ്. അടുത്തത്, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ചോളവുമായി ബന്ധപ്പെട്ട് ശരിയായവ തിരഞ്ഞെടുക്കുക. ചോളം കൃഷിക്ക് വേണ്ട വാർഷിക വർഷപാതം ശരാശരി 75 സെൻറ്റിമീറ്റർ. ഗോതമ്പ് കൃഷിക്കും അങ്ങനെ തന്നെയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം ചോളമാണ്. ചോളം ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണമാണ്. ഗോതമ്പ് റാബി വിളയ്ക്ക് ഉദാഹരണമാണ്. പുല്ലുവർഗത്തിൽപ്പെട്ട പ്രസിദ്ധമായ സസ്യമാണ് ചോളം. ചോളം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ ഓരോന്നിൻ്റെ 1ാം സ്ഥാനം വേറെ രാജ്യമാണ്. ഗോതമ്പ് ചൈന, അതുപോലെ തന്നെ പരുത്തി ബംഗ്ലാദേശ്, ഇപ്പോൾ പറഞ്ഞ ചോളം അമേരിക്ക. ഇന്ത്യ, ചൈന, ജപ്പാൻ, കൊറിയ, ബ്രസീൽ, ഇന്തോനേഷ്യ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിലും ചോളം ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം ചോളമാണ്.
നല്ല നീർവാഴ്ചയുള്ള മണ്ണാണ് ചോളത്തിനാവശ്യം. ഒപ്പം നല്ല സൂര്യപ്രകാശവും വേണം. ഇവയുടെ വളർച്ച വളരെ വേഗത്തിലാണ്. സാധാരണ 2 മീറ്റർ ഉയരത്തിൽ വരെ വളരും. ചോളത്തിൻ്റെ തണ്ട് പലതായി വിഭജിച്ചിരിക്കും. ഇതിൻ്റെ ഓരോ ഭാഗത്തിനും 20 മുതൽ 30 സെൻറ്റിമീറ്റർ നീളമുണ്ടായിരിക്കും. തണ്ടിന് പച്ച നിറമാണ്. പാകമാകുമ്പോഴേക്കും മഞ്ഞ നിറം വരും. ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് സംസ്ഥാനത്താണ്? ബൊക്കാറോ, ജാർഖണ്ഡ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്റ്റീൽ നിർമ്മാണ കേന്ദ്രമായ ബൊക്കാറോ ധൻബാദ് ജില്ലയിലാണ്. ഇനിയും സ്റ്റീൽ പ്ലാന്റും സഹായിച്ച രാജ്യവും. ഇത് ചേരുംപടി ചേർക്കാൻ ചോദിക്കാം. അതല്ലെങ്കിൽ ശരിയായ ജോഡി തെറ്റായ ജോഡിക്ക് ചോദിക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. ഭിലായി സ്റ്റീൽ പ്ലാന്റ് സഹായിച്ച രാജ്യം റഷ്യ. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സഹായിച്ച രാജ്യം ബ്രിട്ടൻ. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സഹായിച്ച രാജ്യം റഷ്യ. ഇതുപോലെ ഒരെണ്ണം ഇവിടെ മിസ്സായിട്ടുണ്ട്. റൂർക്കേല, ജർമ്മനി. റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ്? ഉത്തരം ജർമ്മനി. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. പൊതുമേഖലാ സംയോജിത സ്റ്റീൽ പ്ലാന്റാണിത്. പശ്ചിമ ജർമ്മൻ വ്യാവസായിക കോർപ്പറേഷനുകളുടെ സഹായത്തോടെ ആദിവാസി നിവാസികളിൽ നിന്ന് ഏറ്റെടുത്ത 19,000 ഏക്കർ ഭൂമിയിലാണ് 1959 ഫെബ്രുവരി 3 ഈ പ്ലാന്റ് സ്ഥാപിതമായത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, സെയിൽ. ആ സെയിലാണ് ഈ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നത്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് പദ്ധതി 1953 പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. 1954-55 തയ്യാറാക്കിയ ഇന്ത്യയുടെ 2ാം പഞ്ചവത്സര പദ്ധതിയിൽ റൂർക്കേലയിലെ സ്റ്റീൽ പ്ലാന്റും നിർദ്ദേശിക്കപ്പെട്ടു. അപ്പോൾ കുറേയേറെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ. ഓരോ ചോദ്യങ്ങളും നമ്മുടെ പരീക്ഷകളിൽ മുൻവർഷം ചോദിച്ച ചോദ്യങ്ങൾ, അതുപോലെ അതിൻ്റെ എക്സ്ട്രാ കണക്റ്റിംഗ് ഫാക്ട്സ്, ഇവയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. കൂടുതൽ പോയിന്റുകൾ അടുത്ത 5 ക്ലാസ്സുകളായിട്ട് ചർച്ച ചെയ്ത് നമുക്ക് ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്യണം. അപ്പോഴേക്കും അടുത്ത ആഴ്ചത്തെ പുതിയ പങ്ക്തി അല്ലെങ്കിൽ പുതിയ പോർഷൻ എത്തും. നന്നായി പഠിക്കുക. 10th മെയിൻസിനൊക്കെ ഈ ചോദ്യങ്ങൾ ഒരുപാട് പ്രയോജനം ചെയ്യും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.